ഹായ് ഗൈസ്, 2025 JE എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റിൽ ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ 11th എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. 11th പബ്ലിക് എക്സാം, ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞു. 12th നമ്മൾ വന്നു. ആൻഡ് നൗ ദിസ് ഇസ് ഹൈ ടൈം ടു തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ. +2 ശേഷം നമ്മൾ എവിടെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങണം. കാരണം +2 കഴിഞ്ഞ് നമുക്ക് ബോർഡ് എക്സാമിനേഷന് നല്ല മാർക്ക് കിട്ടി, മേ ബി 100% മാർക്കൊക്കെ നമുക്ക് കിട്ടി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇനി എവിടെ പോകണം എന്നുള്ളത് +2 കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം അല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ബിക്കോസ് നമുക്ക് ഇനി എവിടെ പഠിക്കണമെങ്കിലും എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. +2 ശേഷം ഇഫ് യു വോണ്ട് ടു ഗോ ഫോർ പ്യുവർ സയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ ക്വറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. ഇഫ് യു ആർ എൻ എഞ്ചിനീയറിംഗ് ആസ്പിരന്റ്, നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളായിരിക്കുന്ന IITs, then NITs, IIITs, CFTIs, IISER, NICER, ബിറ്റ്സ് പിലാനി, IISc ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ JE എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ചെയ്യേണ്ടതുണ്ട്. ഐസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ടതുണ്ട്. സോ ഏത് മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കണമെങ്കിലും +2 കഴിഞ്ഞിരിക്കുന്ന ഒരു ആസ്പിരന്റ് ഇറ്റ് ഈസ് റിക്വയർഡ് അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻസ് എഴുതേണ്ടി വരും. ഒരു എൻട്രൻസ് എക്സാമിനേഷനിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്കാണ് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് അവസരം കിട്ടുക. ആൻഡ് ഇഫ് യു വാണ്ട് ടു ബിക്കം എൻ എഞ്ചിനീയർ, ഫ്യൂച്ചർ എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ യുവർ എയിം ഷുഡ് ബി IITs, ബിക്കോസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡിമാൻഡിങ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ എന്ന് പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ IITsiലേക്ക് എത്താൻ വേണ്ടി +2 ശേഷം ആലോചിച്ചാൽ മതിയോ? പോരാ. When you talk about IITs, there is limitations in the number of attempts, unlike other entrance examination. IITiലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് +2 പഠിക്കുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് JE മെയിൻ എന്ന് പറയുന്ന പരീക്ഷ എഴുതാം. +2 ശേഷവും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. സോ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഫോർ ദിസ് പെർട്ടിക്കുലർ എൻട്രൻസ് എക്സാമിനേഷൻ ഈസ് വെരി ലിമിറ്റഡ്. IITiലേക്ക് ഒരാൾ എത്തുന്നത് എങ്ങനെയാണ്? ആദ്യം JE മെയിൻ എന്ന് പറയുന്ന എക്സാമിനേഷൻ എഴുതുകയും അതിൽ നിന്ന് ക്വാളിഫൈ ചെയ്താൽ നമുക്ക് IIT അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന പരീക്ഷ എഴുതാം. ഈ 2 പരീക്ഷകൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് IITiലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ IIT അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന പരീക്ഷ ജീവിതത്തിൽ 2 തവണ മാത്രമാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഒന്ന്, ഇനി വരാൻ പോകുന്ന നമ്മൾ +2 കൂടെയാണ് നമുക്ക് എഴുതാനുള്ള അവസരം. 2, അത് കഴിഞ്ഞു വരുന്ന വർഷം. അപ്പൊ ഇങ്ങനെ വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ദ ഡിമാൻഡ് ഫോർ ദിസ് കോഴ്സ് ഈസ് വെരി ഹൈ. അത് മാത്രമല്ല, വൺസ് യു റീച്ച് അറ്റ് IITiലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി എ ലൈഫ് ചേഞ്ചിങ് പ്രോസസ് ഫോർ യു. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പോഷർ കിട്ടുന്ന, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് ചേക്കേറാൻ കഴിയുന്ന, ഏറ്റവും നന്നായിട്ട് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന IITsiലേക്ക് എത്താൻ വേണ്ടി യു നീഡ് ടു അപ്പിയർ ഫോർ JE 2025. 2025 JE എക്സാമിനേഷൻ എഴുതണം. ഈ എക്സാമിനേഷൻ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 3 സബ്ജക്റ്റുകളാണ് ആവശ്യം. +1 ഓൾറെഡി പഠിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ ബോർഡ് എക്സാമിനേഷൻ ആയതുകൊണ്ട് നമുക്ക് ഓർമ്മയുണ്ടാവാം, ചിലതൊക്കെ നമ്മൾ മറന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ +2 കൂടെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അതിനു വേണ്ടിയാണ് സൈലം സൂപ്പർ കിങ്സ് സ്റ്റേറ്റ് JE 2025 ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം എന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങളെ ആപ്പ്, ദിസ് ഇസ് അവർ ആപ്പ്, സൈലം ആപ്പ് ആണ്. അതിലുള്ള ഈ പെർട്ടിക്കുലർ കോഴ്സിലേക്ക് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ there are enormous features waiting for you. നമ്മൾ ആക്ച്വലി വീട്ടിൽ തന്നെ ഇരുന്നല്ലേ, വീട്ടിലുള്ള ഏറ്റവും അടുത്തുള്ള സ്കൂളിലൊക്കെ പോയി പഠിക്കുന്നവരായിരിക്കും. സോ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നാൽ, സ്കൂൾ വിട്ട് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തി, വീട്ടിനകത്ത് തന്നെ നമ്മുടെ മുറിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എൻട്രൻസിനുള്ള അഡീഷണൽ സപ്പോർട്ട് തേടാം. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു നന്നായിട്ട് ഒരു വർഷം കൊണ്ട് തന്നെ JE പോലുള്ള ഒരു എക്സാമിനേഷന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ +2 കൂടെ തന്നെ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ, നിങ്ങളുടെ ആക്ടിവിറ്റീസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സൈലം സൂപ്പർ കിങ്സ് JE സ്റ്റേറ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ആണ്. ഓഫർ ഇൻ ദ സെൻസ് ഒരുപാട് ക്ലാസ്സസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒന്ന്, നമുക്ക് ഡെയിലി ക്ലാസ്സസ് അവൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡെയിലി ക്ലാസ്സുകൾ നമുക്ക് കാണാം. അതുകൂടാതെ അപ്പൊ ആപ്പിൽ തന്നെയുള്ള കുറെ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതിലൊക്കെയുള്ള ചാപ്റ്ററുകൾ, അതിലൊക്കെ വരാൻ പോകുന്ന ലൈവുകൾ, അതൊക്കെ നിങ്ങൾക്ക് നോട്ടീസസിൽ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ സൂപ്പർ കിങ്സ് JEയുടെ പ്രത്യേകത. നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന ടീച്ചേഴ്സിന് നിങ്ങൾക്കറിയാം, ഏറ്റവും ഇന്ത്യയിലെ, കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ്.
നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. സോ യു ക്യാൻ വ്യൂ ഓൾ ഓഫ് യുവർ ഫാക്കൽറ്റീസ് ഹിയർ. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പഠിച്ചിരിക്കുന്ന ഫാക്കൽറ്റീസ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നമ്മുടെ ഷെഡ്യൂളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. വീക്കിലി ഷെഡ്യൂളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു വീക്ക് എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാന്നുള്ളത് നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. ഓരോ ദിവസവും പോകുന്ന പോർഷൻസ്, ഓരോ ദിവസവും ഡെയിലി ക്ലാസ്സസിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ ഷെഡ്യൂളുകളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ക്ലാസ്സസും, ഓൾ ക്ലാസ്സസ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെയായിരിക്കും എല്ലാ ക്ലാസ്സും കാണാൻ വേണ്ടി കഴിയുന്നത്. ലൈവ് ക്ലാസ്സസ് ഒക്കെ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു ഏറ്റവും വലിയ പ്രത്യേകത, ലൈക്ക് നമ്മള് വീണ്ടും ഏതെങ്കിലും ഒരു ചാപ്റ്റർ റിവൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും കോൺസെപ്റ്റിലൊക്കെ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ മൂവ് ടു പേൾ വീഡിയോസ്. അപ്പൊ പേൾ വീഡിയോസിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് +1 ഫിസിക്സ്, +2 ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ള, കെമിസ്ട്രിയുടെ കേസിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എടുക്കാം. ആ ടോപ്പിക്കുകളിൽ നിന്ന് ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. ആ പേൾ വീഡിയോസിൽ തന്നെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നോട്ട്സ് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിരിക്കും. നോട്ട്സ് ഇങ്ങനെ നിങ്ങൾക്ക് സൊല്യൂഷന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. DPPs നിങ്ങൾക്ക് അതില് ഒരു ചാപ്റ്റർ കഴിഞ്ഞ് DPPs വരികയാണെങ്കിൽ DPPs നിങ്ങൾക്ക് ഇവിടെയാണ് കാണാൻ വേണ്ടി സാധിക്കുക. അങ്ങനെ പേൾ വീഡിയോസിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വീഡിയോസ് കാണാൻ വേണ്ടി കഴിയും. അത് വീഡിയോ ആയിട്ട് കാണാം. അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് സ്ലൈഡ്സ് റെഫർ ചെയ്താൽ മതിയെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്ലൈഡ്സ് എടുത്ത് നോക്കിയാൽ, നോട്ട്സിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് സ്ലൈഡ്സ് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദിസ് ഇസ് വെരി ഈസി. ക്വിക്കായിട്ട് റിവിഷൻ വളരെ ഈസി ആയിട്ട് സാധ്യമാകും അല്ലെ. നമ്മുടെ കയ്യിൽ ഓൾറെഡി എഴുതിയിരിക്കുന്ന നോട്ടാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി. നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ സ്ലൈഡ്സിലൂടെ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ലൈവ് ക്ലാസ്സിലും നിങ്ങൾക്ക് ഓൾറെഡി സ്ലൈഡ്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ റെക്കോർഡഡ് ക്ലാസ്സസ് അഥവാ പേൾ വീഡിയോസിലും നിങ്ങൾക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഞാനിപ്പോ മൈ ബാച്ചസിലാണ് നിൽക്കുന്നത്. ഓക്കെ, എന്റെ ബാച്ച് JE 2025 സൂപ്പർ കിങ്സ് സ്റ്റേറ്റ് ബാച്ച് ആണ്. നമ്മൾ ഇതിലേക്ക് മറ്റൊരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് എങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സാധ്യമാകാം എന്നതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ ദിസ് ആപ്പ്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയേ, ഞാൻ ഓൾറെഡി എനിക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിലൊക്കെ ഡൗട്ട് ഉണ്ട്. ഇപ്പം മാത്സ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു 3ാമത്തെ ചാപ്റ്ററിലുള്ള ഒരു ലാസ്റ്റ് സെഷനാണ് എനിക്ക് വേണ്ടതെങ്കിൽ ഞാൻ ഓരോ തവണയും ഇങ്ങനെ നമ്മുടെ ലൈവ് ക്ലാസ്സസിലോ അല്ലെങ്കിൽ പേളിലോ പോയിട്ട് വീഡിയോ ഓർ സ്ലൈഡ്സ് ചെക്ക് ചെയ്യേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതൊക്കെ മൈ ഡൗൺലോഡ്സിൽ കാണാം. അപ്പൊ മൈ ഡൗൺലോഡ്സിൽ നിങ്ങൾക്ക് സ്ലൈഡ്സും DPPs ഒക്കെ ഡൗൺലോഡ്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വീഡിയോസും ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഇമ്മീഡിയറ്റ് റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ഉപയോഗിക്കാം. ഇത് ഭയങ്കര മികച്ചൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ നമ്മുടെ ഡൗട്ടുകൾ ഉള്ളത് നിങ്ങൾക്ക് ആസ്ക് യുവർ ഡൗട്ട്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ആ ഡൗട്ടുകൾ ക്ലിയറും ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് അവിടെ കാണാം. അത് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആയിട്ട് നിങ്ങൾ ഓരോന്നിലും ചോദിച്ചിരിക്കുന്ന ഡൗട്ട്സ് നിങ്ങൾക്ക് അതിൽ കാണാം. ഇനി ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മൈ ഡാഷ്ബോർഡ്. മൈ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നോക്കിയേ, ഇവിടെ നോക്കാം, സൂപ്പർ കിങ്സ് JE സ്റ്റേറ്റ് 2025 കുട്ടിയാണ് ഞാൻ. ലെക്ചർ കംപ്ലീറ്റഡ്, ഞാൻ ഒരു ലെക്ചർ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും വാച്ച് ചെയ്തിട്ടില്ല, ഒരു ലൈവ് ക്ലാസ്സും നോക്കിയിട്ടില്ല. ചാപ്റ്റേഴ്സ് കംപ്ലീറ്റഡ് 0 ആണ്. ടോട്ടൽ വാച്ച് ടൈം എത്രയാണെന്ന് നമുക്കറിയാം. അത് തന്നെ സബ്ജക്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ സബ്ജക്ട് വൈസ് ആയിട്ട് നമുക്ക് കാണാം. പിന്നെ DPPs ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ എഴുതുന്ന ടെസ്റ്റ്, ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ മൈ ഡാഷ്ബോർഡിലൂടെ നമുക്ക് നോക്കാൻ പറ്റും. സോ ഇതൊരു ഏറ്റവും വലിയ ഫീച്ചർ ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ എത്രമാത്രം ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നൊരു അനാലിസിസിന്, ഈവൻ പാരന്റ്സിന് കുട്ടികളുടെ വാച്ച് ടൈമും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദർ ഇസ് എ പ്രോപ്പർ മോണിറ്ററിംഗ് സിസ്റ്റം. നമുക്ക് സെൽഫായിട്ട് തന്നെ നമ്മുടെ സ്റ്റഡി കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതാണ് ആപ്പിലുള്ള ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ്. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് വീക്കിലി എക്സാംസ് നമുക്ക് വരും. അത് കംപ്ലീറ്റ് ടെസ്റ്റ് സീരീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ എക്സാംസിന്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സ്ലൈഡ്സ് അത് തന്നെ PDF സൊല്യൂഷൻസ് PDF ആയിട്ട് തന്നെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഗ്രാൻഡ് ടെസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻസ് അവൈലബിൾ ആയിരിക്കും. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് 12th ക്ലാസ്
12th കൂടെ തന്നെ നന്നായിട്ട് പഠിച്ചു പോകാൻ പറ്റും. ഇപ്പൊ സ്കൂളിൽ എടുക്കുന്നതും ഇവിടെ എടുക്കുന്ന ചാപ്റ്റേഴ്സ് തമ്മിൽ വലിയ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഡെഫിനറ്റ്ലി നമുക്ക് സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ്സസ് ഇല്ലാത്ത ഈ വരുന്ന മാസങ്ങളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ബേസ് ലെവൽ തൊട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കെട്ടി ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന സമയങ്ങൾ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട്, കാരണം അണ്ടർസ്റ്റാൻഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സബ്ജക്റ്റുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എക്സാം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, എക്സാമിന്റെ പാറ്റേണുകൾ മനസ്സിലാക്കിക്കൊണ്ട് എക്സാംസ് എഴുതി, ഇതൊക്കെ ഭയങ്കര പ്രധാനമാണ്. ഇപ്പൊ JEE പോലുള്ള ഒരു പരീക്ഷയ്ക്ക് എക്സാമിനേഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അങ്ങനെ മൊത്തം നിങ്ങളുടെ വീട്ടിലുള്ള സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ഫോണിലുള്ള ആപ്പിലൂടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ആപ്പിന്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ്. സോ ദർ ആർ സോ മെനി ആഡ് ഓൺ ഫീച്ചേഴ്സ് ആസ് വെൽ. ഞാൻ പറയുന്നത് ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, നിങ്ങൾ എഞ്ചിനീയേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, IITസിലും NITസിലൊക്കെ എത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സൂപ്പർ കിങ്സ് JEE സ്റ്റേറ്റ് നമ്മുടെ ബാച്ചിന്റെ ഭാഗമാവുക. കാരണം നിങ്ങളെ കാണാൻ വേണ്ടി ഏറ്റവും പ്രഗത്ഭരായിരിക്കുന്ന ടീച്ചേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് വെയിറ്റിംഗ് ആണ്. ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് വെയിറ്റിംഗ് ആണ്. ബെസ്റ്റ് നോട്ട്സ്, ബെസ്റ്റ് സ്ലൈഡ്സ്, ബെസ്റ്റ് എക്സാം സീരീസ്, ബെസ്റ്റ് അനാലിസിസ്. അത് മാത്രമല്ല, നിങ്ങളിപ്പോ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് അതിന്റെ റിപ്പോർട്ട് ആപ്പിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ യു വിൽ ബി ഏബിൾ ടു അനലൈസ് സബ്ജക്ട് വൈസ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മാർക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് ഈ ചാൻസ് ആരും മിസ് ചെയ്യരുത്. ഇപ്പൊ 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ, JEE ആസ്പിരൻസ് ആണെങ്കിൽ, എഞ്ചിനീയേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, യു ഷുഡ് ജോയിൻ ടു അവർ ദിസ് ബാച്ച്. ഓക്കെ, ഈ ബാച്ചിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ എനിവേ എല്ലാവരും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് ക്ലാസ്സുകളിൽ അടുത്ത് കാണാം. ബൈ, ഓൾ ദി ബെസ്റ്റ്.